കേന്ദ്ര സർക്കാരിന്റെ വിദ്യാഭ്യാസ പദ്ധതിയായ PM ശ്രീ പ്രധാനമന്ത്രി സ്കൂൾ ഫോർ റൈസിംഗ് ഇന്ത്യ കേരളത്തിൽ നടപ്പാക്കാനുള്ള സംസ്ഥാന സർക്കാരിന്റെ തീരുമാനം കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ ചർച്ചാ വിഷയമായിരിക്കുകയാണ്. 3 വർഷമായി നിലനിന്നിരുന്ന ശക്തമായ എതിർപ്പുകൾക്കൊടുവിലാണ് സംസ്ഥാനം ഈ സുപ്രധാന മാറ്റത്തിന് ഒരുങ്ങുന്നത്. എന്നാൽ ഈ തീരുമാനത്തെ ഒരു രാഷ്ട്രീയ വഴങ്ങൽ എന്നതിലുപരി നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസ ഭാവിയെ എങ്ങനെ ബാധിക്കുമെന്ന കാഴ്ചപ്പാടിൽ വേണം നാം വിലയിരുത്താൻ. കേരളം, തമിഴ്നാട്, ബംഗാൾ തുടങ്ങിയ പ്രതിപക്ഷ കക്ഷികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കേണ്ടി വരുമെന്ന ആശങ്കയും PM ശ്രീ സ്കൂൾ എന്ന ബോർഡ് സ്ഥാപിക്കേണ്ടി വരുമെന്ന എതിർപ്പും മുൻനിർത്തിയാണ് ഇതുവരെ പദ്ധതിയിൽ നിന്ന് വിട്ടുനിന്നത്. എന്നാൽ നിലവിൽ 33 സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും പദ്ധതിയുടെ ഭാഗമായതോടെ PM ശ്രീയിൽ ചേരാത്തതിന്റെ പേരിൽ കേന്ദ്രാവിഷ്കൃത വിദ്യാഭ്യാസ പദ്ധതികളുടെ ഫണ്ട് വിഹിതം കേന്ദ്രം തടഞ്ഞത് കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാക്കി. 1186.84 കോടി രൂപയുടെ കേന്ദ്രവിഹിതം കുടിശ്ശികയായതോടെ സമഗ്ര ശിക്ഷ കേരളം വഴി നടപ്പാക്കുന്ന പല പദ്ധതികളും അവതാളത്തിലാകുമെന്ന സ്ഥിതി വന്നു. ഈ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്നുള്ള പ്രായോഗിക രക്ഷാമാർഗമായാണ് സർക്കാർ നിലപാട് മാറ്റത്തിന് നിർബന്ധിതരായത്. PM ശ്രീ പദ്ധതി രാജ്യത്താകെ 14,500 വിദ്യാലയങ്ങളുടെ അടിസ്ഥാന സൗകര്യ വികസനവും ഗുണനിലവാരം വർദ്ധിപ്പിക്കലുമാണ് ലക്ഷ്യമിടുന്നത്. കേരളത്തിൽ ഇത് പരമാവധി 336 സ്കൂളുകൾക്ക് പ്രതിവർഷം 85 ലക്ഷം രൂപ മുതൽ 1 കോടി രൂപ വരെ കേന്ദ്ര സംസ്ഥാന വിഹിതമായി ലഭിക്കാൻ വഴിയൊരുക്കും. സ്മാർട്ട് ക്ലാസ്, ലൈബ്രറികൾ, സ്പോർട്സ് ഗ്രാൻഡുകൾ തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താൻ ഈ വിഭവങ്ങൾ സഹായകമാകും. മാത്രമല്ല, നൂതന പാഠ്യപദ്ധതി, ഹോളിസ്റ്റിക് പ്രോഗ്രസ് കാർഡ്, പ്രാദേശിക ഇന്റേൺഷിപ്പുകൾ എന്നിവയിലൂടെ കുട്ടികളെ തൊഴിൽ രംഗത്തിനായി സജ്ജരാക്കാനും വിദ്യാഭ്യാസവും വ്യാവസായിക ആവശ്യകതയും തമ്മിൽ ബന്ധിപ്പിക്കാനും പദ്ധതി ലക്ഷ്യമിടുന്നു. ഈ ഗുണങ്ങൾ വിദ്യാർത്ഥികൾക്ക് മെച്ചപ്പെട്ട അവസരങ്ങൾ നൽകാനും തീർച്ചയായും ഉപകരിക്കും. എന്നാൽ സംസ്ഥാന സർക്കാർ നിലപാട് മാറ്റിയപ്പോഴും ഭരണകക്ഷിയിലെ ഘടകകക്ഷിയായ CPI ഉൾപ്പെടെയുള്ളവരുടെ ആശങ്കകൾ ഗൗരവമായി പരിഗണിക്കേണ്ടതുണ്ട്. പദ്ധതിയുടെ പ്രധാന നിബന്ധനകളിലൊന്ന് ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കണമെന്നതാണ്. കേരളത്തിൻ്റെതായ പുരോഗമനപരമായ വിദ്യാഭ്യാസ നയത്തിൽ നിന്ന് പുറകോട്ട് പോകേണ്ടി വരുമോ എന്ന ഭയം ന്യായമാണ്. അതുപോലെ കേന്ദ്രം നൽകുന്ന പാഠപുസ്തകങ്ങൾ പഠിപ്പിക്കേണ്ടി വന്നാൽ അത് വർഗീയ അജണ്ടകളും വിഭാഗീയ ചിന്തകളുമുള്ള ഉള്ളടക്കം കുട്ടികളിൽ അടിച്ചേൽപ്പിക്കാൻ കാരണമാകുമോ എന്ന ആശങ്കയും ശക്തമാണ്. നമ്മുടെ മതേതര പൊതുവിദ്യാഭ്യാസത്തിന്റെ അടിത്തറ തകർക്കുന്ന ഒരു നീക്കവും അനുവദിക്കാനാവില്ല. PM ശ്രീ സ്കൂളുകളുടെ നിയന്ത്രണം സംസ്ഥാനത്തിന് നഷ്ടമാവുകയും പൊതുവിദ്യാഭ്യാസത്തിൽ 2 തരം വിദ്യാലയങ്ങൾ സൃഷ്ടിക്കപ്പെടുകയും ചെയ്യാനുള്ള സാധ്യതയും നിലനിൽക്കുന്നു. ഈ വിഷയത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് ഒരേപോലെ ഉത്തരവാദിത്വമുണ്ട്. രാഷ്ട്രീയപരമായ വിയോജിപ്പുകളുടെ പേരിൽ ഒരു സംസ്ഥാനത്തിനും അവിടുത്തെ വിദ്യാർത്ഥികൾക്കും അർഹമായ കേന്ദ്ര ഫണ്ട് പിടിച്ചുവെക്കുന്നത് ഒരു ജനാധിപത്യ രാജ്യത്തിന് ഭൂഷണമല്ല. ഫണ്ട് അനുവദിക്കുന്നതിനെ പദ്ധതിയിൽ ചേരുന്നതുമായി ബന്ധിപ്പിച്ച് സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തുന്നത് ന്യായീകരിക്കാനാവില്ല. കുട്ടികളുടെ ഭാവിക്കായി നീക്കിവെച്ച പണം രാഷ്ട്രീയ സമ്മർദ്ദത്തിനുള്ള ആയുധമാക്കരുത്. അടിസ്ഥാന സൗകര്യ വികസനത്തിനായി കേന്ദ്ര സഹായം സ്വീകരിക്കുമ്പോൾ തന്നെ സംസ്ഥാനത്തിന്റെ സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ തനിമയും നയങ്ങളും സംരക്ഷിക്കപ്പെടണം. കോടതിയെ സമീപിച്ചതിനെ തുടർന്ന് കേന്ദ്രവിഹിതം നൽകാൻ നിർദ്ദേശിച്ച സാഹചര്യം ഈ ഘട്ടത്തിൽ കേന്ദ്രം ഓർക്കേണ്ടതുമാണ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിലുള്ള തർക്കങ്ങൾ കുട്ടികളുടെ വിദ്യാഭ്യാസ നിലവാരത്തെയും ഭാവിയെയും ബാധിക്കരുത്. വിദ്യാർത്ഥികളുടെ ഭാവിയാണ് പരമപ്രധാനമെന്ന് ഇരു സർക്കാരുകളും തിരിച്ചറിയണം. കേരള പ്രണാമം എഡിറ്റോറിയൽ ചിന്താശകലങ്ങൾ.